ഈ KGS ഒരു മീഡിയക്കാരൻ മാത്രമല്ല, ഒരു അഡ്വക്കേറ്റും കൂടെ. അയാൾ ഇതെല്ലാം കൂടെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് തിരിച്ചടിക്കും ജസ്റ്റിനെതിരെ. എന്നിട്ട് നിങ്ങളെ പൂട്ടി അകത്താക്കാനുള്ള വകുപ്പ് അയാൾ കണ്ടെത്തും. അതിപ്പോൾ അയാൾ തുടങ്ങി കാണും. അതുകൊണ്ടാണല്ലോ മിസ്റ്റർ ജസ്റ്റിൻ നേരിട്ട് ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞത്. ഷുവർ, ഞാൻ പോവാം. ആ, അനന്ത സാറെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഞാനെന്ത് പറയാനാ? ഡിവോഴ്സ് ചെയ്തായിരുന്നോ ലീഗലി? 2 കുട്ടികളല്ലേ, ഒരാൺകുട്ടിയും പെൺകുട്ടിയും. എല്ലാം അവള് പറഞ്ഞിട്ടുണ്ട്, ആൻസി വർഗീസ്. ജസ്റ്റിൻ, ഒന്നങ്ങ് വന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാൻ. ജസ്റ്റിൻ, കം. സാറേ, ഇത് കുഴപ്പാവല്ലോ. അയാള് വല്ല സെന്റിമെന്റ്സ് അടിച്ചാ പ്രശ്നൗട്ടാ. ഞാൻ അവന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനന്തനെ കൊണ്ടുവരണ്ടായിരുന്നു, ഞാൻ അപ്പഴേ പറഞ്ഞതാ. ഈ ഋഷിക്കായിരുന്നു കുഴപ്പം. കാര്യങ്ങൾ ചിറ്റപ്പനോടെ ബോധ്യപ്പെട്ടെന്ന് വിചാരിച്ചു. അതെ, അത് ഋഷിയുടെ ലോജിക്കാട്ടാ. അനന്തന്റെ ലോജിക്ക് വേറെയാ. ജീവിതത്തിൽ ഒരിക്കലും ഒരുപക്ഷെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന് നിൽക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു കാണത്തില്ല അല്ലേ? എങ്ങനെ വേണേലും തുടങ്ങാം, എങ്ങനെ വേണേലും പറയാം, എന്തു വേണേലും പറയാം. ഇനിയിപ്പോ 2 തരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും കൊള്ളാൻ തയ്യാറാ. ഒറ്റ ചോദ്യം, അതിന് ഒരൊറ്റ ഉത്തരം, അത് മാത്രം മതി. നിങ്ങൾ ഒരുമിക്കുന്നതിന് മുമ്പ് അവൾക്കൊരു ഭർത്താവും കുഞ്ഞുങ്ങളും ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്നു? ഇല്ല. അപ്പോൾ ആൻസി വർഗീസ് നിങ്ങളെ ചീറ്റ് ചെയ്തു, എന്നെ. എന്നെ ആൻസി വർഗീസ് ചീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. കാരണം ഞാൻ അവൾക്ക് ഒരു ഓഫറും കൊടുത്തിട്ടില്ല. അവളും ഒരു അൺകണ്ടീഷണൽ ലവ്. 2ാമത്തെ മീറ്റിങ്ങിലാ ഞാൻ കൂടുതൽ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് മാരീഡ് ആണെന്ന്. കുട്ടികളില്ലെന്നാ അന്ന് അവൾ പറഞ്ഞത്. പിന്നെ ഈ വാർത്തയിൽ അവൾ നിറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന്. ഇനി എന്തെങ്കിലും ചോദ്യമുണ്ടോ? ഇല്ല, എല്ലാ ചോദ്യത്തിനും ഉത്തരമായി. ഒറ്റ ഉത്തരത്തിൽ തന്നെ. അപ്പോ താങ്കൾക്കൊന്നും എന്നോട് പറയാനില്ല? ഇല്ല. എങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്.
ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ. കേൾക്കാൻ ക്ഷമയുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇത്തിരി വെള്ളം വേണമായിരുന്നു. വെള്ളം കുടിച്ചിട്ട് ഇനി വേണോ സാർ? വേണം. ഫാഷൻ ലോകത്ത് സൗഹൃദങ്ങൾ അവരുടെ കരിയറിനെ വളർത്തുന്നത്. സിനിമയിലും ഒരു പരിധിവരെ അങ്ങനെയാണ്. താങ്കൾക്കറിയാമല്ലോ, ആൻസി വർഗീസിന് ഫാഷൻ രംഗത്ത് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. എന്നോട് അതൊരു ആവേശത്തോടെ അവൾക്ക് ഷെയർ ചെയ്യുമായിരുന്നു. അവളെ ഭർത്താവാണ് അതിന് സപ്പോർട്ട് കൊടുക്കാത്തതെന്ന അവൾ എന്നോട് പറഞ്ഞു. നോ, അങ്ങനെയല്ല. അവളെ നിർബന്ധിച്ചതും കോട്ടയത്തൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാൻ വിട്ടതും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തതും ഞാനാ. അവൾ അങ്ങനെ പറയില്ല. അവളുടെ ആഗ്രഹങ്ങൾക്ക് ഈ അനന്തകൃഷ്ണൻ തടസ്സം നിന്നിട്ടില്ല. അപ്പം പിന്നെ അവൾ പറഞ്ഞത് കള്ളമാണെന്ന് ഞാൻ വിശ്വസിക്കണം? കള്ളമാണ്, 100% കള്ളമാണ്. ബാംഗ്ലൂർ വരുമ്പോൾ പലതവണ ഞങ്ങൾ കുറേ യാത്രകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തിരക്കായിരുന്ന സമയത്തൊക്കെ ഡ്രസ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന കാര്യത്തിലും ഷോയുടെ ഭാഗമായിട്ടും എന്നെ തേടി വന്നിട്ടുണ്ട് അവള്. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അവൾക്കെന്നോട് പ്രണയമാണെന്ന്. നിങ്ങൾക്ക് ഭാര്യയില്ലേ, ഫാമിലിയില്ലേ? ഉണ്ട്. ഞാനത് അവളോട് പറഞ്ഞതാ. നമുക്കിതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാം, അതിനപ്പുറത്തേക്ക് പോകണ്ടെന്ന്. പിന്നെ ഫിസിക്കൽ കോണ്ടാക്റ്റ്, ആണും പെണ്ണും തമ്മിലൊരു ബന്ധം, അത് രണ്ട് മനസ്സുകൾ സമ്മതിച്ചിട്ടല്ലേ. അതൊരു തെറ്റായിട്ട് അവൾക്ക് തോന്നിയിട്ടില്ല, എനിക്കും. എനിക്കങ്ങനൊരു ഗിൽറ്റി ഫീൽ ഇല്ല. അവളും ഞാനുമായിട്ടുള്ള വീഡിയോ അത് മൂന്നാമതൊരാളുണ്ടാക്കിയതല്ല. അവളുടെ സമ്മതത്തോടു കൂടി ഞാൻ ഓൺ ചെയ്ത് വെച്ച ക്യാമറയാ. അവളത് പലതവണ കണ്ടിട്ടുണ്ട്. അന്നൊന്നും അവൾക്ക് കുറ്റബോധവും തോന്നിയിട്ടില്ല, പരാതി പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനിതറിയുന്നത്. അതെങ്ങനെ ലീക്ക് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ കയ്യിൽ നിന്നല്ല, അതുറപ്പാ. ദുബായിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടാ എനിക്കത് അയച്ചു തന്നത്. ഹോ, അന്ന് ശരിക്കും ഞാൻ കുറേ വിഷമിച്ചു. എൻ്റെ ഭാര്യയും വീട്ടുകാരും അറിയരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഭാഗ്യം കൊണ്ടത് അവരുടെ മുന്നിൽ എത്തിയില്ല. മലേഷ്യയിൽ എൻ്റെ ഒരു അങ്കിള് യൂട്യൂബിൽ കണ്ടിട്ട് എന്നെ വിളിച്ചു. അന്ന് ഞാൻ കള്ളം പറഞ്ഞിട്ടാണ് ഒഴിവായത്. എന്നെപ്പോലെ വേറെ ആരോ ആണതെന്ന്. എൻ്റെ കഴുത്തിൽ കിടന്നൊരു ചെയിൻ, അതെൻ്റെ കല്യാണത്തിന് ഈ അങ്കിൾ തന്ന ഗിഫ്റ്റാ. ഹോ, ആ വിഷയം പുറത്താവാതെ നോക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. പക്ഷേ ആ വീഡിയോയിൽ ആരാധകരെ സൃഷ്ടിച്ചത് ആൻസി വർഗീസാണ്. എൻക്വയറി മുഴുവൻ അവൾക്കായിരുന്നു.
അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയതുവാ. എത്രയോ നാളുകൾക്ക് ശേഷമാ പിന്നത് പുറത്തു വന്നത്. ആൻസി വേഴ്സസ് CM ഒരു മാറ്റർ ഡിസ്കഷൻ വന്നില്ലേ? ഒരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പുകളുടെ നായികയായിട്ട് എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ആൻസിയെ കണ്ടപ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നിയത്. ആ വീഡിയോയിൽ അവളല്ല വേറെ ഏതോ പെൺകുട്ടിയാണെന്ന് തെളിയിക്കാൻ വലിയ വെല്ലുവിളി നടത്തിയല്ലോ. ഞാനത് കണ്ടു, ഞാനത് വിട്ടതാ. പക്ഷേ ആ വാർത്ത പെട്ടെന്ന് തീർന്നില്ല. എൻ്റെ വീട്ടുകാരതറിഞ്ഞു, ഫാമിലി പ്രശ്നമായി, വൈഫ് ഡിവോഴ്സിന് കൊടുത്തു, സെപ്പറേറ്റ് ആയി. ഒരു മോളുണ്ട് എനിക്ക്. ഈ ബന്ധം അവള് ചോദിച്ചു വാങ്ങിച്ചാണോ? ആണ്, അവൾക്കായിരുന്നത് ആവശ്യം. മിസ്റ്റർ അനന്തൻ, നിങ്ങളുടെ ഫാമിലിയിൽ ഏതോ ഇഷ്യൂ, ഈ കോടനാട് കേസ്, അതും ഈ വീഡിയോ ആയിട്ടൊക്കെ കണക്റ്റ് ആണെന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു വീഡിയോ വന്നല്ലോ KGS ഈവനിങ്സ് എന്ന പ്രോഗ്രാമിൽ. ആ വെല്ലുവിളി കണ്ടപ്പോൾ സത്യം പുറത്തു വരണമെന്നും അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. എനിക്ക് പോകാനുള്ളതൊക്കെ പോയി. പിന്നെ ഒരു തെറ്റും ചെയ്യാത്തൊരു ഭർത്താവും അയാളുടെ കുടുംബവും ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ അതിലൊന്ന് ഇടപെടണമെന്ന് എനിക്ക് തോന്നി. മനസ്സിൽ കരുതിയപ്പോൾ തന്നെ വിളി വന്നു. അതാണ് ദൈവനിയോഗം. ചക്രപാണി സാറെ വിളിച്ചേ, കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇനി എന്തു വന്നാലും ഞാനത് നേരിടാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആരും അറിയിച്ചിട്ടില്ല. കാരണം എന്നെ കേസിൽപ്പെടുത്താൻ അവർ നോക്കും. അതുകൊണ്ട് ഞാൻ KGSന്റെ അടുത്ത് പോവുക. പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് മാറും. ഇപ്പൊ നിങ്ങൾ ഒരർത്ഥത്തിൽ ഭാഗ്യവാനാ. അവളോട് പ്രതികാരം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. പക്ഷേ ഭർത്താവായ എനിക്ക് അതിനോടുള്ള അവസരമില്ല. കാരണം എൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന 2 കുഞ്ഞുങ്ങളെ അവൾ പ്രസവിച്ചതായിപ്പോയി. വിഷമിക്കാതെ, അവളിതോട് ഒതുങ്ങും. എനിക്ക് ദൈവം കൽപ്പിച്ചു തന്ന കൽപ്പനയാ, ഒരു ദൗത്യം. ഞാനിത് പൂർത്തിയാക്കും, നിങ്ങൾക്ക് വേണ്ടി കൂടി. എടി, ആ സാധനം എടുത്തു വെച്ചേ. അതെ, ഇനി ഈ നാട്ടിൽ നിന്നാ ശരിയാകത്തില്ല. ആൾക്കാർ ഓടിച്ചിട്ട് തല്ലും. നിങ്ങൾ മാമനാന്ന് പുറത്തുള്ളവരാ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ തോണിക്കരയുള്ളവരും പറഞ്ഞോളൂ. എന്തൊരു ഗതികേടാ മനുഷ്യന്റെ. നാശം. ഡി, എല്ലാവരും എടുത്ത് വണ്ടിക്കകത്തോട്ട് വെച്ചേ.
വഴി കൺഫ്യൂഷൻ വല്ലതും ഉണ്ടായിരുന്നോ? ഓ സാറേ, കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സിറ്റിയിൽ തന്നെയാണല്ലോ. സാറേ, ഈ വീട് സാർ വിലയ്ക്ക് വാങ്ങിച്ചാന്നോ? അല്ല, വാടകയ്ക്കാ. വരൂ, അകത്തേക്ക് ഇരിക്കാം. കേറ് മോളെ. CFS-ൽ ഞാനൊരു ഡീറ്റെയിൽ വെച്ച് മെയിൽ കൊടുത്തായിരുന്നു. റിപ്ലൈ വരുമെന്ന് നോക്കാം. സാർ, ഈ ജസ്റ്റിൻ ഡിസൂസ അയാള് ശരിക്കും എവിടുത്തുകാരനാ? മലബാറിലെവിടെയാ? കോഴിക്കോടോ? പെരിന്തൽമണ്ണ കണ്ട? ആവോ. 7-8 വർഷമായിട്ട് ബാംഗ്ലൂരാ. ബോംബെയിൽ കുറച്ച് മൂവീസിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് മിസ്റ്റർ ചക്രവാണി പ്രൊഡ്യൂസ് ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ്. അയാളുടെ കെയർ ഓഫിൽ 2-3 ഹിന്ദി മൂവീസിലൊക്കെ മുഖം കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും രക്ഷപ്പെട്ടില്ല. സാർ, ഈ സുധാകർജി എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഇല്ലേ, അയാളുടെ മൂവിയിൽ വല്ലതും ആണോ? യെസ്, ഞാൻ അതിലേക്ക് വരുന്നേ. ഈ സുധാകർജിയുടെ സിനിമകളിലും അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അനന്തൻ്റെയും ആദിത്യൻ്റെയും പ്രോജക്റ്റ് ഇല്ലേ, ആദിത്യ മൂവീസിൻ്റെ, അവരാദ്യം ഒരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ആ പടത്തിൽ ഇയാളെ സെക്കൻഡ് ഹീറോ ആക്കാമെന്ന് പറഞ്ഞു ചക്രവാണി. സാർ ഇതെങ്ങനെ അറിഞ്ഞ്? ബോംബെയിലും നമുക്ക് ചില നെറ്റ്വർക്കുകളൊക്കെ ഉണ്ടല്ലോ. ബാക്കി ഡീറ്റെയിൽസൊക്കെ അവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അയാളെ ഒന്ന് ട്രേസ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. അയാൾ എവിടുന്ന് ഇത് പോസ്റ്റ് ചെയ്തെന്ന് അറിയാൻ പറ്റില്ലേ സാർ? ബാംഗ്ലൂരിൽ നിന്നാണെന്നാണ് തോന്നുന്നത്. അവിടെ അയാൾ വർക്ക് ചെയ്ത ഒരു അഡ്വർടൈസിങ് ഫേമുണ്ട്. ആർട്ടിസ്റ്റ് ആവുന്നതിന് മുമ്പ് അവിടെ അയാളെ കൗണ്ടർ സ്റ്റാഫായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സാറേ, അവിടെ ആണെങ്കിൽ നമുക്ക് പോയി അന്വേഷിച്ചാലോ? 2 പടപടച്ചാലേ അവ മണിമണി പോലെ കാര്യങ്ങൾ പറയും. നല്ല പൈസ കൊടുത്തിട്ടായിരിക്കുമല്ലോ സാർ അയാളെ ഇറക്കിയിരിക്കുന്നത്. നമ്മൾ ചോദിച്ചാലോ അതുകൊണ്ട് കാര്യമുണ്ടോ സാർ? സമ്മതിക്കാതെ പിന്നെ ചവിട്ടി കൂട്ടണം അവനെ. പൊക്കിയെടുത്തേ എവിടെയെങ്കിലും കൊണ്ടങ്ങ് അടയ്ക്കണം. പോലീസൊന്നും വിട്ടുകൊടുക്കരുത്. സാർ എനിക്ക് എങ്കിൽ വിട്ടു തന്നേരെ. മണിമണിയായിട്ടേ അവൻ കാര്യങ്ങളൊക്കെ പറയും. അതിനുള്ള വകുപ്പൊക്കെ എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾക്കിത് മാത്രമേ അറിയുള്ളൂ. രാവിലെ എണീക്കുന്നത് പോലെ അടി, പിടി, കുത്ത്, വെട്ട്. എന്തോന്നാ കൊച്ചാപ്പ ഇത്? നമുക്കിത് പോലീസ് കേസാക്കാൻ പറ്റില്ല. ഇപ്പം അവനെ ഉപദ്രവിക്കുക കൂടെ ചെയ്ത പോലീസ് കേസ് വേറെയാ. ആദ്യം നമുക്ക് വേണ്ടത് അയാൾക്ക് പണം കൊടുത്ത് സ്വാധീനിച്ചതാണോ, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ കുറച്ച് സാവകാശം വേണം. വളരെ കെയർഫുള്ളായിട്ട് നീങ്ങേണ്ട കാര്യങ്ങൾ ഇതൊക്കെ. അയാൾക്ക് നല്ല ഓഫർ കൊടുത്തിട്ടുണ്ടാവും സാർ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടായാലും നാട് വിട്ടിട്ടുണ്ടാവും സാർ. ഇനി അയാൾ പുറത്തേക്ക് വരായിരുന്നാ പോരെ? ആൾക്കാരാണെങ്കിൽ അതെല്ലാം മറന്നു തുടങ്ങിയതായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ പിന്നെയും ചർച്ച ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ഞാനാണ് ഇപ്പം തെറ്റുകാരിയാണെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുമായിരിക്കുമല്ലോ സാർ. ആരുടെ മുമ്പിൽ എനിക്കിപ്പോൾ തെറ്റുകാരി അല്ല എന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ പറ്റുക? CM-ന്റെ മുമ്പിൽ ചെല്ലാൻ പറ്റുമോ? DGP-യുടെ മുന്നിൽ ചെല്ലാൻ പറ്റുമോ? കോടതിയിൽ പോലും പറ്റില്ലല്ലോ സാർ. ഫാമിലി കോർട്ടിലെ ജഡ്ജി എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് തരായിരുന്ന സാറിന് അറിയാമല്ലോ. പേടിച്ചുപോയ അമ്മയുടെ കൂടെ കുഞ്ഞുങ്ങളെ അയക്കില്ല. ഇനി ഞാൻ ആരുടെ മുന്നിലാണ് സാർ പോകണ്ടേ? എൻ്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ കൂടെ പോകാൻ എനിക്ക് ധൈര്യമില്ല. പോ സാർ, ഞാനിനി എന്താ ചെയ്യേണ്ടത്? നമുക്കിതിനെതിരെ ലീഗലി മൂവ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ KGS ഇവന്റ്സിൽ നമ്മൾ കൊടുത്ത കുറെ യാഥാർത്ഥ്യങ്ങളില്ലേ, അതിന്റെ റിയാക്ഷനാണ് ഈ വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കാരണം. നമുക്ക് പബ്ലിക്കിനോട് പറഞ്ഞുകൂടെ സാർ? ഞാനെന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് നല്ല സപ്പോർട്ടാണല്ലോ സാർ കിട്ടിയത്. ആദിത്യ ഗ്രൂപ്പിന്റെ കള്ളക്കളികൾ മുഴുവൻ പുറത്തു കൊണ്ടുവരണം, അതിന് മുമ്പ് നിൽക്കണമെന്ന് പറഞ്ഞ് എത്ര പേരെ സാർ എൻ്റെ അടുത്ത് വന്നേ? സാർ, എനിക്ക് അവരോട് സംസാരിച്ചുകൂടെ? അവർക്ക് മറുപടി കൊടുത്തൂടെ? സാർ, ഈ ജസ്റ്റിൻ ഡിസൂസയെ നമ്മുടെ അന്വേഷണത്തെ തടയിടാനായിട്ട് കൊണ്ടുവന്നാന്ന് പറഞ്ഞൂടെ? ഗുഡ്. അങ്ങനെ വേണം ചിന്തിക്കാൻ. ഈ സിറ്റുവേഷനിൽ ആൻസി തളർന്നു പോകുന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. തെറ്റ് ചെയ്യാത്തവൾക്ക് മറുപടി ഒരൊറ്റ നോട്ടം മതി. ഒരൊറ്റ നോട്ടം. നിന്നുരുകാൻ നമ്മുടെ മുമ്പിൽ തെറ്റുകളുടെ ഒരു കൂമ്പാരമാ. KGS ഈവനിങ്സ് തുറന്നു കിടക്കുക. KGS ഈവനിങ്സിന്റെ മുഖം ഇപ്പൊ ആൻസി വർഗീസിന്റെ, അല്ലാതെ KG സുബ്രഹ്മണ്യരുടെ ഒന്നുമല്ല. ആൻസി വർഗീസിന്റെ ഒറ്റ നിലപാട് കൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിന്റെ വലുപ്പത്തെ പറ്റി രാജ്യം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുക. ആൻസിയ എന്റെ കാരണക്കാരി. ആൻസിയെ ഭയക്കുന്നു പലരും. സ്ത്രീയുടെ ശബ്ദം ഉച്ചത്തിലാവുമ്പോഴേക്ക് ഭയന്ന് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ ആദിത്യ ഗ്രൂപ്പ് ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ ജസ്റ്റിൻ ഡിസൂസ എന്ന ചെക്ക് എടുത്ത് നമ്മുടെ മുമ്പിലോട്ട് വെച്ചേ. കളിക്കട്ടെന്നേ. ആ ചതുരംഗത്തിൽ ആൻസിയുടെ നീക്കങ്ങൾ വളരെ വലുതാ. ഇപ്പൊ ഞങ്ങൾക്ക് ധൈര്യം പകർന്നു തരുന്നത് ആൻസിയുടെ ഈ നിലപാടാ. മതി. ജസ്റ്റിൻ ഡിസൂസയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ആവേശം തോന്നുക.
വരട്ടവൻ. അവനെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും നമ്മൾ പുറത്തു കൊണ്ടുവരും അല്ലേ കൊച്ചപ്പാ? അങ്ങനല്ലേ? സർ, CFSL ഒരു മെയിൽ വന്നിട്ടുണ്ട്. ഒന്ന് ഫോർവേഡ് ചെയ്യും. ആ, ഓക്കെ സർ. ഇമ്മീഡിയറ്റ് റെസ്പോൺസാ, പോസിറ്റീവ് ആയിരിക്കും. പവി അത് ഫോർവേഡ് ചെയ്തോ? ചെയ്തു സർ. വന്നില്ലല്ലോ. കിട്ടിയോ സർ? ആ, ഓക്കെ. എന്താ സർ? സർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പോസിറ്റീവ് അല്ല. തൽക്കാലം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹോൾഡ് ചെയ്യുക. ജസ്റ്റിൻ ഡിസൂസയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഫർദർ മൂവ്മെന്റ് മതിയെന്ന്. സാർ, അയാളിപ്പോ രാജ്യം വിട്ട് പോവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കാം. അയാൾ നാട് വിട്ടോ ഇന്ത്യയിലുണ്ടോന്ന് വൈകുന്നേരത്തിന് മുമ്പായിട്ട് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. വിഷമിക്കണ്ട. തിങ്ക് പോസിറ്റീവ്. ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ലല്ലോ. അവര് ഹോൾഡ് ചെയ്തിരിക്കല്ലേ, റിസൾട്ട് വന്നിട്ടില്ലല്ലോ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നത്തിങ് വിൽ ഹാപ്പൻ.